പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈശോയുടെ കുരിശുമരണത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു. ഈശോ ക്രൂശിക്കപ്പെട്ടത് സ്വന്തം ബലഹീനതയിൽ അല്ലായിരുന്നു. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചകളെയും ബലഹീനതകളെയും മുറിവുകളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയാണ് ഈശോ ആ ബലഹീനതകളിൽ ക്രൂശിക്കപ്പെട്ടത്. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്. എന്നാൽ നമ്മൾ ബലഹീനരായിരിക്കെ ആ ബലഹീനതയിൽ വീണ് ജീവിക്കേണ്ടവരല്ല. ഈശോയോട് ചേർന്നിരുന്ന് ശക്തി കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഈശോ നമുക്ക് തരുന്ന ശക്തി സഹിക്കാനും അതിജീവിക്കുവാനുമുള്ള ശക്തിയാണ്. നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഓർക്കുക, നമ്മൾ ബലഹീനരാണെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാം. തൻ്റെ ശക്തി നൽകി ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവിടുന്ന് നമ്മളെ പ്രാപ്തരാക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ തന്നെ ബലഹീനതയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അശുദ്ധനും അയോഗ്യനുമായിരുന്നു. എന്നാൽ ഇത്രയും അയോഗ്യനായ എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിൻ്റെ ജീവിതത്തിലും ഈശോയ്ക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പാളിച്ചകളെ പോരായ്മകളെ കൊടുക്കാം. ഈശോ ഇന്നും നമ്മളോട് പറയും, നീ ഏത് അവസ്ഥയിലായിരുന്നാലും ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.